അയ്യപ്പൻ ചേട്ടാ, ഈ കൺവെൻഷനുകളുടെയൊക്കെ ഉദ്ഘാടനങ്ങളും അല്ലെങ്കിൽ കൺവെൻഷനുകളുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളും അവരുമായി ബന്ധപ്പെട്ട നേതാക്കളും സംസാരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അടൂർ പ്രകാശ് കോന്നിയിലെ ഒരു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിനിടയിൽ ഒരു പ്രസ്താവന പറയുകയുണ്ടായി. മറിയ ഉമ്മൻ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല. ഒരു ജോണറിൽ ഇത് മാത്രം കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും കാരണം പ്രചരണത്തിൽ കൂടുതലായി മുന്നിൽ നിൽക്കുന്ന മറിയ ഉമ്മൻ കോൺഗ്രസ് പാർട്ടിയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അതല്ല, കൃത്യമായി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യതയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പോരാട്ട വീര്യത്തോടെ നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു മറിയ ഉമ്മൻ. പക്ഷേ ആ സ്ഥാനാർത്ഥിത്വം സ്വീകരിക്കുന്നതിലേക്ക് മറിയ ഉമ്മൻ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല. ഇതാണ് അടൂർ പ്രകാശ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ത് പറ്റി അങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ അത് സ്വീകരിക്കാത്ത നിലപാടിലേക്ക് മറിയ ഉമ്മൻ എന്തുകൊണ്ടായിരിക്കും പോയത്? അല്ല, ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയ നേതാവ്, കോൺഗ്രസ് പാർട്ടിയിലെ ഒരു വളരെ വലിയ നേതാവ്, അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം സ്വാർത്ഥതയില്ലാത്ത നേതാവാണെന്ന് പറഞ്ഞു കേൾക്കും. അതായത് എനിക്ക് എൻ്റേത് എന്നൊരു സ്വഭാവം അദ്ദേഹത്തിന് തീരെ കുറവായിരുന്നു എന്നാണ് നമ്മുടെ കേട്ടറിവ്. അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കാര്യം അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മൻ നേതാവായി വരുന്നതിനേക്കാൾ അദ്ദേഹം അതായത് ചാണ്ടി ഉമ്മന് പദവികൾ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ ഇങ്ങനെ കൂടുതൽ പാർട്ടിയിൽ സംഘടനയിൽ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർ പറയുമ്പോൾ ചാണ്ടി ഉമ്മനെ പോലും രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാര്യം അങ്ങനെയുള്ള ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്നാൽ മതി എന്ന് ഈ പറയുന്ന ചാണ്ടി ഉമ്മന്റെയും അദ്ദേഹത്തിന്റെ പെങ്ങളുടെയും ഭാഷയിൽ അപ്പ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഭാഷ ഇങ്ങനെയാണ്, അപ്പ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അവരുടെ പിതാവ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരാൾ മതി എന്നുള്ളത്. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്ന അവർക്കൊരു ഈ പറയുന്ന പോലെ ഒരു സേവനം. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് അദ്ദേഹം രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് എൻ്റെ കേട്ടറിവ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയെ മനോരമയാണ് ഏറ്റവും കൂടുതൽ, മനോരമ പത്രം ഉമ്മൻചാണ്ടിയെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഉമ്മൻചാണ്ടി എന്ന യുവ നേതാവ്, കാര്യം ഞാൻ കേട്ടിട്ടുള്ളത്, എൻ്റെ പിതാവൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, വളരെ വൈബ്രന്റ് ആയ ഒരു ചെറുപ്പക്കാരനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ അന്നും ഇങ്ങനെ മുടിയൊന്നും കോതി ഒതുക്കാത്ത തീപ്പൊരി പ്രസംഗവും ഈ സ്പീഡും ഈ നടത്തയും സ്പീഡും എതിർ രാഷ്ട്രീയ കക്ഷികൾ പോലും ഒരു ആരാധന ഉണ്ടാകുന്ന രീതിയിൽ പോകുന്ന ഒരു ചടുലമായ നീക്കങ്ങളൊക്കെ ഉള്ള എൻ്റെ പിതാവ് പറഞ്ഞെന്നുള്ള അറിവ് എനിക്കുള്ളൂ. കാര്യം അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് നമുക്ക് കാണാൻ പറ്റില്ല, അദ്ദേഹം പടങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പിതാവ് പറയുന്ന ഒരിക്കൽ അദ്ദേഹം കോട്ടയം വഴി സഞ്ചരിക്കുമ്പോൾ കോട്ടയത്ത് ഒരു സമരം നടക്കുന്നു. സമരമുഖത്ത് നോക്കുമ്പോൾ തല പൊട്ടി ചോര ഒലിച്ച് നിൽക്കുന്ന ഉമ്മൻചാണ്ടിയാണ് കാണുന്നവർക്ക് അയ്യോ ഇതെന്തോ ഈ രംഗം. പക്ഷെ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. അദ്ദേഹം ആ ചോര പറ്റിയ ഷർട്ടൊക്കെ ഇട്ട് നേതാക്കൾ, അന്ന് തിരുവഞ്ചൂരൊക്കെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സമയമാണ്. അപ്പോൾ അത് സത്യത്തിൽ അദ്ദേഹം ഒരു വളരെ വലിയ നേതാവ് തന്നെയായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ മരണശേഷവും കണ്ടില്ല. അദ്ദേഹത്തിന് ഇന്നും കോൺഗ്രസ് പാർട്ടിയിൽ എങ്ങനെയാണ് കാണുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മക്കളെന്ന് പറയുമ്പോൾ പിന്നെ ചാണ്ടി ഉമ്മനെയും മറിയ ഉമ്മനെയും സംബന്ധിച്ച് അവർക്കൊരു ഭയങ്കരമായ ഒരു മറ്റേത് രാഷ്ട്രീയക്കാരുടെ മക്കളെക്കാൾ ഒരു ഭാഗ്യമാണ് അങ്ങനത്തെ ഒരു പിതാവിനെ കിട്ടുക. ചേട്ടാ, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പൊ മറിയ ഉമ്മൻ സ്ഥാനാർത്ഥിത്വം സ്വീകരിക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും ഭരണപക്ഷവും മറ്റു പാർട്ടിക്കാരും പറയുന്നത്? എന്താ കുടുംബവാഴ്ചയോ, ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിന് വേണ്ടി എന്താ തീരെഴുതി കൊടുത്തിരിക്കുകയാണോ ഈ മത്സരിക്കാനുള്ള? അല്ല, തീർച്ചയായും അങ്ങനെ പറയും. ചാണ്ടി ഉമ്മൻ മത്സരിക്കുന്നു, ഇനിയിപ്പോ മറിയ ഉമ്മൻ മത്സരിക്കുന്നു, ഇനിയിപ്പോ ഭാര്യ കൂടെ ഉള്ളു മത്സരിക്കുന്നു, ഇത്തരത്തിൽ ഒരുപാട് പ്രചരണങ്ങളിലൂടെ നടത്തും. അതിനൊക്കെ മറികടന്നുകൊണ്ട് പക്ഷെ മറിയ ഉമ്മൻ പ്രചരണത്തിൽ രംഗത്തുണ്ട്. പത്തനംതിട്ടയിൽ അല്ലെങ്കിൽ പത്തനാപുരത്ത് പ്രചരണത്തിലുണ്ട്, അതേപോലെ മാവേലിക്കരയിൽ പ്രചരണത്തിലുണ്ട്, എല്ലാ ജില്ലകളിലും, പുതുപ്പള്ളിയിൽ മറിയ ഉമ്മനെ നമുക്ക് മറിയ കുറച്ചുകൂടെ സംസാരിക്കുന്ന അച്ചുമ്മനുണ്ട്. അച്ചുമ്മൻ മറിയ ഉമ്മനേക്കാളും കുറെ കൂടെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു അല്ല, ആദ്യ സമയത്ത് അച്ചുമ്മനായിരുന്നു പ്രശ്നം. അച്ചുമ്മൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുവോ, അച്ചുമ്മൻ ആയിരിക്കും ഇവിടെ മത്സരിക്കാൻ പോകുന്നത്. പക്ഷെ അതിനൊക്കെ കൃത്യമായി അച്ചുമ്മൻ തന്റെ ബിസിനസ്സും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തനിക്ക് അങ്ങനെ ഒരു ജീവിതമാണ്, തൽക്കാലം രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നൊരു ഉറച്ച നിലപാട് കൊടുത്തത് കൊണ്ട് അച്ചുമ്മന്റെ പേര് ഇവിടെ വരുന്നില്ല. പക്ഷെ മറിയ ഉമ്മനെയാണ് ഇപ്പൊ പിടിച്ചിട്ടുള്ളത്. മറിയ ഉമ്മൻ ഒരു നല്ലൊരു എതിർ സ്ഥാനാർത്ഥി ആയിരുന്നേനെ. അത് പ്രധാനമായും പറയുന്നത് ചെങ്ങന്നൂരിൽ സജി ചെറിയാനെതിരെ മറിയ ഉമ്മൻ മത്സര രംഗത്തേക്ക് വരും. അതൊരു 50% CPM പ്രതീക്ഷിച്ചിരുന്നു. ഉറപ്പായിട്ടും സജി ചെറിയാന് തോൽവിയിലേക്ക് അടുക്കാനുള്ള ഒരു പ്രധാന ആയുധമായി തന്നെ മറിയ ഉമ്മൻ മാറിയേനെ. കാരണം മറിയ ഉമ്മൻ അത്രത്തോളം ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, നന്നായിട്ട് പ്രതികരിക്കാൻ അറിയാം, അതേപോലെ രാഷ്ട്രീയം കണ്ടു വളർന്നതാണ്. സജി ചെറിയാനെ പോലെ, കാരണം ഇവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊട്ടപ്പുറത്തിരിക്കുന്ന ആളെ കുഴികാല് വെട്ടുന്ന ആ ഒരു സ്വഭാവം എന്തായാലും ഇവർ കാണിക്കില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ കൊണ്ടും പിന്നെ ജി സുധാകരൻ വിഷയം ആലപ്പുഴയിൽ അത്യാവശ്യം ചർച്ചയാകുന്നത് കൊണ്ടും അവിടെ ഒരു മത്സരം കണ്ടേരി. കാരണം സജി ചെറിയാന്റെ വോട്ടുകളുള്ള സ്ഥലമാണ് ചെങ്ങന്നൂർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു എളുപ്പം തോൽവിക്കായി ഒന്നും സംഭവിക്കാത്തൊരു സ്ഥലം കൂടിയാണ്. പക്ഷെ അവിടെ അതെ, അത്തരം വോട്ടുകൾ വരുന്നത് കൊണ്ട് തന്നെ ഒരു നല്ല പോരാട്ടത്തിന് ചാൻസ് ഉള്ള ഒരു സ്ഥലമായേനെ മറിയ ഉമ്മൻ അവിടെ വരികയാണെങ്കിൽ ചെങ്ങന്നൂർ ഉണ്ടാകുന്നത്.
പക്ഷേ അത്തരം ഒരു സാഹചര്യം ഒന്നും വേണ്ട. അത് തന്നെയായിരിക്കും അടൂർ പ്രകാശ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പാർട്ടി ഒരുപാട് പറഞ്ഞു മറിയ ഉമ്മനോട് മത്സരിക്കാൻ, പക്ഷെ മറിയ ഉമ്മന് കേൾക്കുന്നില്ല, വേണ്ട എന്ന തീരുമാനമാണ്. അപ്പൊ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നതെന്നല്ല, എല്ലാ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടിയും സംസാരിക്കുന്നുണ്ട്, എല്ലാവരോടൊപ്പം ഉമ്മൻചാണ്ടി എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ മറിയ ഉമ്മനും എല്ലാവരോടൊപ്പവും ഉണ്ട് എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. പക്ഷെ ആ ഒരു നിലപാട് വളരെ സേഫ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അവർ മത്സര രംഗത്തേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ ഈ കിട്ടുന്നതിന്റെ അത്രയും ഒരു സ്വാധീനം ചിലപ്പോൾ പറയുന്ന പോലെ ഒരു മണ്ഡലത്തിൽ മാത്രമായി പോകും. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പൊ പറയുന്ന പോലെ സജി ചെറിയാനെതിരെ മാത്രം മത്സരിക്കേണ്ടി വരില്ലേ? മറ്റു മണ്ഡലങ്ങളിൽ എല്ലായിടത്തും നടന്ന് പ്രസംഗിക്കുമ്പോൾ സ്വന്തം മണ്ഡലം നോക്കാൻ പറ്റിയില്ലെങ്കിലും ഇതാവുമ്പോൾ അവരുടെ പിതാവ് പറഞ്ഞത് അനുസരിച്ചതുമായി അവരുടെ അനുജൻ മത്സരിക്കുന്നുണ്ടല്ലോ, ചാണ്ടി ഉമ്മൻ മത്സരിക്കുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, ഇപ്പൊ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വേണ്ടി അവർ പത്തനാപുരത്ത് വന്നപ്പോൾ അവരുടെ ഈ പറയുന്ന പത്രപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ കുത്തി ചോദിക്കുന്നു, ഈ പറയുന്ന ഗണേഷ് കുമാറിന്റെ വിഷയമൊക്കെ പറഞ്ഞല്ലോ. അന്ന് അദ്ദേഹം എങ്ങനെയാണ് അന്ന് ഈ പറയുന്ന മറിയ എങ്ങനെയാണ് തിരിച്ച് പ്രതികരിച്ചത്? എന്റെ പിതാവിനെ അത് പറഞ്ഞ് കഴിഞ്ഞു പോയ ഒരു കാര്യമല്ലേ, ഇനി ഇവിടെ വീണ്ടും ചർച്ചയ്ക്ക് എടുക്കണോ? കാര്യം അത്ര കണ്ടവർ വേദനിച്ച ഒരു വിഷയമാണ് അത്. അങ്ങനെ ആ തരത്തിൽ വളരെ ഡൈനാമിക് ആയിട്ട് ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ എതിരാളിയെ അങ്ങനെ നോവിക്കുന്ന രീതിയിൽ അദ്ദേഹം അത്ര പറയാറില്ല. അങ്ങനെ എതിരാളിയെ ഇങ്ങനെ ഈ പറയുന്ന നിയമസഭയിൽ പോലും നമ്മൾ ഒരിക്കൽ സംസാരിച്ചു പറഞ്ഞിട്ടുണ്ട്, VS വരെ ഇദ്ദേഹത്തിനെ കളിയാക്കി. അവസാനം ഈ നിയമസഭയൊക്കെ പിരിഞ്ഞു പോകുന്ന ഒരു സന്ദർഭത്തിൽ വളരെ വികാരാതീതനായി ഉമ്മൻചാണ്ടി സംസാരിക്കുന്ന ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. എന്താണ് സാർ, ഞാൻ പറയുന്നതിനൊന്നും ഉത്തരം അവർക്ക് തരാനില്ല, അപ്പൊ വേറെ ഒന്നും അവർക്ക് പറയാനില്ല എന്നെ പറ്റി, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് എന്നെ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന പോലെ ഇവരെല്ലാവരും കൂടെ അവസാനം അദ്ദേഹത്തിന്റെ പാർട്ടി, നമുക്കൊരിക്കലും ഭരണപക്ഷത്തെ മാത്രം ഇതിൽ കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ ചേർത്ത് പിടിക്കുന്ന പാർട്ടിയിലെ പലരും അന്ന് അദ്ദേഹത്തെ ചതിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം അത്രയധികം വികാരതീതനായി വേദനയോടെ നിയമസഭയിൽ നിന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും അത് കോൺഗ്രസിനും അതിലൊരു പ്രധാന പങ്കുണ്ടായിരുന്നു. അല്ല, അദ്ദേഹം ഈ പറയുന്ന ചാണ്ടി ഉമ്മനേക്കാളും സ്നേഹിച്ചിരുന്നത്, അദ്ദേഹം കൊണ്ടു നടന്ന് വളർത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ട് വന്നിരുന്ന ഈ പറയുന്ന പി സി വിഷ്ണുനാഥ്, പിന്നെ അതിനുശേഷം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം, ഷാഫി, അതിനു മുമ്പ് തന്നെ പലരും, ഇപ്പൊ ആന്റോ ആന്റണി, ബെന്നി ബെഹനാൻ, പിന്നെ ഈ AI ഗ്രൂപ്പുകൾ, ഈ കരുണാകരൻ ഗ്രൂപ്പ്, അതായത് I ഗ്രൂപ്പ് എന്ന് പറയുന്ന കരുണാകരനാണ്, A ഗ്രൂപ്പ് എന്ന് പറയുന്ന ആന്റണിയുടെയാണ്. അപ്പൊ ആന്റണിയുടെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അന്നൊരു തിളക്കമാർന്ന ഒരു ഗ്രൂപ്പ് തന്നെയായിരുന്നു. ഈ തിളക്കമാർന്ന ഗ്രൂപ്പിന്റെ മാനേജർ, അതായത് ആന്റണി ഗ്രൂപ്പിന്റെ ലീഡർ ആണെങ്കിലും മാനേജർ ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി തീരുമാനിക്കും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. കാര്യം കോൺഗ്രസ് പാർട്ടിയിലെ കരുണാകരൻ എന്ന് പറയുന്ന നേതാവ് ഇവരുടെ പാർട്ടിക്കകത്ത് ഗ്രൂപ്പിസത്തിൽ പുറത്തു നിൽക്കുന്ന ആളാണെങ്കിലും ഉമ്മൻചാണ്ടി സ്വീകരിച്ച മാതൃക കരുണാകരൻ, ഉമ്മൻചാണ്ടിയുടെ മാതൃക കരുണാകരൻ. ഈ ഇറയെ പറ്റി ഏറ്റവും കൂടുതൽ നന്നായി സംസാരിക്കാൻ പറ്റുന്ന ഒരാളെ AK ആന്റണി തന്നെ. അല്ല, AK ആന്റണി എന്ന് പറയുന്ന എ വിഭാഗം ഇവര് തമ്മിലുള്ള എന്റെ ഒരു വായിച്ചറിവ് എന്ന് പറയുന്നത് 1980 മുതൽ 90 വരെയൊക്കെയുള്ള രാഷ്ട്രീയത്തിൽ, അതൊക്കെ നമ്മുടെ പഠനകാലമാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. 84, 87 ഈ വർഷമൊക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ AI ഗ്രൂപ്പിന്റെ ഏറ്റവും പിടിവിൽ നടക്കുന്ന സമയം. അവിടെ അന്ന് നെഹ്റു കുടുംബത്തിലെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ കരുണാകരന്റെ ഡൽഹിയിലുള്ള പിടുത്തം എന്ന് പറയുന്നത് ഭയങ്കര പിടുത്തമാണ്. അന്ന് AK ആന്റണി പാർട്ടി വിട്ടു പോയിട്ട് തിരിച്ചു വന്നതാണ്. അന്നും AK ആന്റണിക്കൊപ്പം പാർട്ടി വിട്ടു പോകുമ്പോഴും തിരിച്ച് AK ആന്റണി പാർട്ടിയിൽ വരുമ്പോൾ ആന്റണിയുടെ ഗ്രൂപ്പിന്റെ മാനേജർ ആയിരുന്നു ഉമ്മൻചാണ്ടി. എന്നിട്ട് അദ്ദേഹത്തിന്റെ ശൈലി എന്ന് പറയുന്നത് ഈ കരുണാകരന്റെ ശൈലിയായിരുന്നു. കരുണാകരന്റെ ആ ഒരു സ്പീഡ് മൂവ്മെന്റ്, കരുണാകരൻ കാര്യങ്ങൾക്ക് ടപ്പ് 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 പെട്ടെന്ന് നടക്കണം കരുണാകരന്. ഇന്നിവിടെ ഈ നോർത്ത് പാലം, ഈ കാണുന്ന സ്റ്റേഡിയം, ഇതൊക്കെ കരുണാകരന്റെ കാലത്ത് വന്നതാണ്. അതുപോലെയാണ് ഉമ്മൻചാണ്ടി അത് ഇപ്പോഴും പറയും. കാര്യം അദ്ദേഹത്തിന്റെ സ്റ്റൈല് കരുണാകരന്റെ ആണെന്ന് പറയും, അത് വിമർശിക്കാൻ വന്നിട്ടില്ല. കാര്യം ഗ്രൂപ്പ് കാര്യത്തിൽ ഇവർ തമ്മിൽ ഭയങ്കര അകൽച്ചയാണ്. കരുണാകരനെ പരാജയിപ്പിച്ച രാഷ്ട്രീയ അല്ലെങ്കിൽ അത്ര വ്യത്യാസങ്ങൾ ഉണ്ടാവാം. കാരണം കോൺഗ്രസ് ആണ് ജനാധിപത്യ പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്കത് പ്രതീക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. അതേ നിലപാട് തന്നെയായിരിക്കും അവരുടെ തന്നെ മുഖ്യമന്ത്രിയുടെ അവർ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തായാലും അത്തരം നീതിമാനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയുടെ മക്കളാകുന്ന സമയത്ത് അപ്പൊ അവർക്ക് അങ്ങനത്തെ നിലപാടുകളെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അടൂർ പ്രകാശ് പറഞ്ഞ പോലെ കേൾക്കില്ല, കാരണം അത് ഉമ്മൻചാണ്ടിയുടെ മകളാണ്. ഒരു പക്ഷേ ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയെ പോലുള്ളവരായിരുന്നുവെങ്കിൽ ഗോവിന്ദൻ മാസ്റ്റർ, നമ്മളിപ്പോ സ്വാർത്ഥതയെ കുറിച്ച് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഗോവിന്ദൻ മാസ്റ്റർ തനിക്ക് ശേഷം തന്റെ ഭാര്യ മത്സരിക്കട്ടെ. അല്ല, ഭാര്യക്ക് പാർട്ടി പാരമ്പര്യമുണ്ട്, അത് നമ്മൾ വിട്ടുകളയാൻ പാടില്ല. അവിടെ മെറിറ്റുള്ള വേറെ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ ഉമ്മൻചാണ്ടി ചെയ്തത് എന്റെ മകനുള്ള മെറിറ്റിനേക്കാളും മെറിറ്റുള്ളവർ ഇവിടെ വേറെയുണ്ട്, അവർ വരട്ടെ എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് അത് പറയുന്നത്. അപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ പറയുന്ന ഗോവിന്ദന്റെ ഭാര്യയെക്കാളും മെറിറ്റുള്ളവർ ആ പാനലിൽ കൊടുത്ത പേരിലുണ്ടായിരുന്നു തളിപ്പറമ്പില്. എന്നിട്ട് ആരെ പേരാ വന്നേ? അവിടെയാണ് ഈ പറയുന്ന കോൺഗ്രസ്സുകാരെ അടുപ്പിച്ച് വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരെ അവരിത് മനസ്സിലാക്കണം.